നമസ്കാരം. രാമായണ കഥയിലെ സുപ്രധാന വഴിത്തിരിവാണ് ഇനി നാം കടന്നുപോകുന്ന ഭാഗങ്ങൾ. ശബരി ആശ്രമത്തിൽ പോയി ശബരിമാതാവിനെ കണ്ടതിന് ശേഷം ശ്രീരാമദേവനും ലക്ഷ്മണനും ശബരിമാതാവ് പറഞ്ഞതനുസരിച്ച് സുഗ്രീവന്റെ സഹായം തേടുവാനായി ഋഷിമുഖാചാരത്തിലേക്ക് തിരിക്കുവാൻ തീരുമാനിച്ചു. അതിനു മുമ്പായി തെക്കോട്ട് പോയി പമ്പയിൽ സ്നാനം ചെയ്ത് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും വടക്കോട്ട് ഋഷിമുഖാചലത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. എത്ര കരുത്തനാണെങ്കിലും ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായം കൂടി തേടുന്നത് ഉചിതമാണ് എന്ന ശബരിമാതാവിൻ്റെ അഭിപ്രായം. ശ്രീരാമലക്ഷ്മണന്മാർ ചോദിക്കാതെ തന്നെ അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ്, സുഗ്രീവനെ കാണണം ഋഷിമുഖാചലത്തിൽ നിന്ന്. അത് പറഞ്ഞ് ശബരിമാതാവ് മോക്ഷപ്രാപ്തി നേടുകയാണ്. മാലിനിയായി ആകാശയാനത്തിലെത്തിയ തൻ്റെ ഭർത്താവിനോടൊപ്പം ശ്രീരാമ ലക്ഷ്മണന്മാർ നോക്കി നിൽക്കെ അവർ ആകാശത്തിലേക്ക് മറയുകയാണ് ഉണ്ടായത്. ഗന്ധർവ കുമാരിയാണല്ലോ മാലിനി. ഇപ്പം ഗന്ധർവനായ ഭർത്താവിനോടൊപ്പം അവരിങ്ങനെ സ്വർഗത്തിലേക്ക് പോയി. പമ്പയിൽ കുളിച്ച് വടക്കോട്ട് യാത്ര തിരിച്ച ശ്രീരാമലക്ഷ്മണന്മാർ ഇങ്ങനെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുമായി അമ്പും വില്ലും തൂണീരവും നടന്ന് ഋഷിമുഖാചലം ലക്ഷ്യമാക്കി വരുന്ന കാഴ്ച വളരെ അകലെ നിന്ന് തന്നെ സുഗ്രീവൻ അധിവസിക്കുന്ന ഋഷിമുഖാചല പർവ്വതത്തിൽ നിന്നുകൊണ്ട് വാനർ കാണാനിവിടെ വന്നു. ആദ്യം കണ്ടത് സുഗ്രീവനൊപ്പം നിൽക്കുന്ന സുഗ്രീവൻ്റെ മന്ത്രിമാരിൽ ഒരാളായ വേഗദർശിയാണ്. വേഗദർശി ഏത് അകലത്തിലുള്ള വസ്തുക്കളെയും ആദ്യം കണ്ടുപിടിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് വേഗദർശി. വേഗദർശിയാണ് നോക്കുന്നത്. രണ്ടുപേർ ഇങ്ങനെ തുണീരമൊക്കെ തൂക്കി വളരെ ഗൗരവത്തിൽ ഋഷിമുഖാചലം ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടത്. സുഗ്രീവനോടൊപ്പം അപ്പോൾ മറ്റു 4 വാനര ശ്രേഷ്ഠർ കൂടി ഉണ്ടായിരുന്നു. അവർ സുഗ്രീവന്റെ മന്ത്രിമാരാണ്. ഇത് കണ്ടപ്പോൾ സുഗ്രീവന് പെട്ടെന്ന് മനസ്സിൽ ഭയം ഉടലെടുത്തു. ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ? തന്നെ വകവരുത്തുവാനായി തൻ്റെ ജ്യേഷ്ഠൻ ബാലി അയച്ച ശത്രു ആയിരിക്കുമോ ആ വരുന്നത്? മനുഷ്യരൂപം ധരിച്ച് ഇങ്ങനെ 2 പേർ ആയുധധാരികളെ വരുന്നത് നമ്മെ നശിപ്പിക്കാനായിരിക്കുമോ എന്ന ഭയം സുഗ്രീവനിൽ ഉടലെടുത്തു. അപ്പോൾ ഈ ഭയമുണ്ടായപ്പോൾ സുഗ്രീവൻ തൻ്റെ പ്രധാനമന്ത്രിയായ ഹനുമാനോട് ആവശ്യപ്പെട്ടു. ഹനുമാൻ ഇക്കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അന്വേഷിച്ച് ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള ആളാണല്ലോ. അവരാരാണ്, അവർ എന്താണ്, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന്
കണ്ടറിഞ്ഞു വരാൻ ചുമതലപ്പെടുത്തി. അങ്ങനെ ഹനുമാൻ അവിടെ നിന്നും ഇവർ വരുന്ന വഴി നോക്കി വേഷം മാറിപ്പോയി ഒരു യുവ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും വരുന്നത് കണ്ട് ഈ ബ്രഹ്മചാരി ഒരു മരത്തിനും പിന്നിലായി മറഞ്ഞു നിന്ന് അവരുടെ വരവ് ശ്രദ്ധിച്ചു. അപ്പോൾ ഹനുമാന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യരല്ല. അവരുടെ മുഖത്ത് കാണുന്ന അസാധാരണമായ പ്രഭാവലയം അവർ സാധാരണ മനുഷ്യരല്ല എന്ന് വിളിച്ചറിയിക്കുന്ന ഒന്നായിരുന്നു. ഹനുമാന് ഇവർ ഏതോ ദിവ്യന്മാരാണ് എന്ന് മനസ്സിലായി. സാധാരണ മനുഷ്യരുടെ മുഖത്ത് കാണുന്ന രീതിയിൽ വല്ലാത്ത പ്രകാശം, ആദരവ് തോന്നുന്ന പ്രകൃതം, മുഖത്ത് കരുണ, ആരോടും കരുണ ഉള്ള മുഖഭാവമാണ് രണ്ടുപേർക്കും. വിദ്വേഷത്തിൻ്റെയോ ശത്രുതയുടെയോ പകയുടെയോ യാതൊരു ഭാവവും മുഖത്തില്ലാത്ത രണ്ട് മഹത് വ്യക്തികളാണ് ഇവരെന്ന് ഹനുമാന് മനസ്സിലായി. ഹനുമാൻ ഇങ്ങനെ ഇവരുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. ശ്രീരാമദേവനാണ് ആദ്യം ഇവരെ കാണുന്നത്, ഈ ഹനുമാനെ കാണുന്നത്. ഹനുമാനെ കണ്ട അവസരത്തിൽ ശ്രീരാമനെ വണങ്ങിക്കൊണ്ട് ഹനുമാൻ തൊഴുതു നിന്നു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ. ഒരു യുവ ബ്രഹ്മചാരി തൻ്റെ മുന്നിൽ വന്നിങ്ങനെ തൊഴു നിൽക്കുന്ന കണ്ടപ്പോൾ ശ്രീരാമദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. സാധാരണ ബ്രഹ്മചാരിമാർ വന്ന് തൊഴുതാൽ അവരെ തൊഴുവാൻ ശ്രീരാമദേവൻ അനുവദിക്കാറില്ല. കാരണം ബ്രഹ്മചാരിമാരോടുള്ള ഒരു ആദരവ് കൊണ്ടാണ്. പുരോഹിത സ്വഭാവമുള്ളവരാണല്ലോ ബ്രഹ്മചാരിമാർ. അപ്പോൾ പുരോഹിതന്മാർ അങ്ങനെ വണങ്ങി നിൽക്കുന്നത് ശ്രീരാമദേവന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു പുരോഹിത സ്വഭാവത്തിലാണല്ലോ ഈ ബ്രഹ്മചാരി നിൽക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ ഹനുമാൻ മറുപടി പറഞ്ഞു, നാം ഹനുമാൻ അഞ്ജനാ ദേവിയുടെയും വായുദേവൻ്റെയും പുത്രനാണ് എന്നിങ്ങനെ മറുപടി പറഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ ഇങ്ങനെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഹനുമാൻ പറഞ്ഞു, നാം ഈ രൂപം നിങ്ങൾ ആരാണെന്ന് അറിയാൻ വേണ്ടി സ്വീകരിച്ച് വന്ന രൂപമാണ്. അപ്പോൾ ശ്രീരാമദേവൻ മറുപടി പറഞ്ഞു, കണ്ടപ്പോഴേ നിങ്ങൾ ബ്രഹ്മചാരി അല്ല എന്നുള്ള കാര്യവും വേഷപ്രച്ഛന്നായി എത്തിയിരിക്കുന്ന ആളാണ് എന്നും നമുക്ക് മനസ്സിലായി. ഈ വിധം സംസാരിച്ച് തുടങ്ങിയപ്പോൾ സമീപത്തായി ഒരു പാറ കണ്ട് ശ്രീരാമദേവൻ അവിടെ ഉപവിഷ്ടനാകാനായി അങ്ങോട്ട് നീങ്ങി. ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു, നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന്. അങ്ങനെ ലക്ഷ്മണനും ഹനുമാനുമായി അവിടെ നിന്ന് മാറി മറ്റൊരു ഭാഗത്ത് നിന്ന് അവിടെ സൗകര്യമായി കണ്ട ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ ലക്ഷ്മണൻ ഇരിക്കുകയും ഹനുമാൻ സമീപത്ത് കണ്ട ഒരു ശിലയിൽ ഇരിക്കുകയും ചെയ്തു. അവിടെ ഇരുന്ന് അവർ സംസാരിക്കുവാൻ തുടങ്ങി. ആരാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ. ലക്ഷ്മണൻ പറഞ്ഞു, ഞങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. 14 വർഷം വനവാസത്തിനായി ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഹനുമാൻ
ഹനുമാനെക്കുറിച്ച് അറിയുവാൻ ലക്ഷ്മണൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിങ്ങൾ ആരാണ്? പേര് ഹനുമാൻ എന്ന് മനസ്സിലായി, എവിടെ നിന്നാണ്, എന്താണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, നാം നേരത്തെ പറഞ്ഞല്ലോ, അഞ്ജനയുടെയും വായുവിൻ്റെയും പുത്രനാണ് നാം, ഹനുമാൻ എന്നാണ് പേരെന്ന് പറഞ്ഞായിരുന്നത്. ഇത് പറഞ്ഞിട്ട് ഹനുമാൻ ഒന്ന് നിർത്തി സംസാരിച്ചു തുടങ്ങി. വാസ്തവത്തിൽ നാം ശ്രീ പരമേശ്വരൻ്റെ പുത്രനാണ്. അപ്പോൾ ലക്ഷ്മണൻ ഗൗരവപൂർവ്വം നോക്കി, ശ്രീ പരമേശ്വരൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ പരമേശ്വരൻ്റെ പുത്രൻ അതെന്താണ്, എങ്ങനെയാണ് എന്നറിയുവാൻ താല്പര്യമായി. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ആനയുടെ രൂപം ധരിച്ച് വനവാസകാലത്ത് നടന്നപ്പോൾ പിറന്ന കുട്ടിയാണല്ലോ ശ്രീ മഹാഗണപതി. അതുപോലെ വാനര രൂപം ധരിച്ച് വനവാസകാലത്ത് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയും നടന്നിരുന്നു. ആ കാലത്ത് ഗർഭം ധരിച്ച പുത്രനാണ് നാം. ഇപ്പോൾ ശ്രീ പാർവതി ദേവി വാനര സ്ത്രീയായി ഗർഭം ധരിച്ചപ്പോൾ പാർവതി ദേവിക്ക് ഒരു വാനര കുഞ്ഞിനെ വളർത്തുവാനുള്ള താല്പര്യം തോന്നിയില്ല. അപ്പം അത് ശ്രീ പരമേശ്വരോട് പറഞ്ഞു. അപ്പോൾ ശ്രീ പരമേശ്വരൻ തൻ്റെ ദിവ്യശക്തി കൊണ്ട് ശ്രീ പാർവതിയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ഭ്രൂണം പുറത്തെടുത്ത് വായുദേവനെ വിളിപ്പിച്ച് വായുദേവനെ ഏൽപ്പിക്കുകയുണ്ടായത്. അങ്ങനെ വായുദേവനെ ഏൽപ്പിച്ചപ്പോൾ വായുദേവൻ ഇത് കൊണ്ട് കാട്ടിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന അഞ്ജന എന്ന വാനര സ്ത്രീയുടെ ഗർഭത്തിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെയാണ് അഞ്ജനയുടെ പുത്രനായി നാം ജനിച്ചത്. ഒരു ശാപത്തിൽപ്പെട്ട് വാനര സ്ത്രീയായി പിറന്ന് കാട്ടിൽ കഴിയുന്ന ആളായിരുന്നു അഞ്ജന. അഞ്ജനയ്ക്ക് ശാപമോക്ഷത്തിനുള്ള വഴിയായി ശ്രീപരമേശ്വരൻ്റെ പുത്രനെ ഗർഭം ധരിച്ച് പ്രസവിച്ചതിലൂടെ എന്നെ പ്രസവിച്ച ഉടൻ തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടു പോകുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഏത് വിധത്തിൽ ഇവിടെ ജീവിക്കണം എന്ന് ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് നൽകിയ ഉപദേശം, നിനക്ക് ഈ കാട്ടിൽ നിന്നും ആവശ്യമായ ഫലങ്ങളൊക്കെ യഥേഷ്ടം പറിച്ചു കഴിച്ചു ജീവിക്കാവുന്നതാണ്. ദേ ആ കാണുന്നത് പോലുള്ള മനോഹരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞു ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ചുവന്ന നിറത്തിലുള്ള രൂപം കാട്ടിക്കൊടുത്തു. ആ ഗോളത്തെ കാട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് അഞ്ജനാദേവി എൻ്റെ അമ്മ അപ്രത്യക്ഷയായി. ആ അവസരത്തിൽ അമ്മ പോയി കഴിഞ്ഞപ്പോൾ നാം ഇങ്ങനെ
എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി. ആദ്യം അമ്മ പറഞ്ഞ ആ ഗോളം തന്നെ ഭക്ഷണമാക്കാം എന്ന് കരുതി അത് ലക്ഷ്യമാക്കി, സൂര്യനെ ലക്ഷ്യമാക്കി നാം ചാടി. സൂര്യനടുത്തെത്തുമ്പോൾ അതിലും വലിയൊരു ഗോളം, ചുവന്ന ഗോളം കണ്ടു. മനോഹരമായ മറ്റൊരു ഗോളം, അത് രാഹുവായിരുന്നു. അപ്പോൾ രാഹുവിൻ്റെ അടുത്തേക്ക് ചാടിയപ്പോൾ അതിനപ്പുറത്തായി ഐരാവതവും ഐരാവതത്തിൻ്റെ മുകളിൽ ദേവേന്ദ്രനെയും കണ്ടു. അതിമനോഹരമായ രൂപമായ ഐരാവതത്തെ കണ്ടപ്പോൾ എനിക്ക് ഐരാവതത്തെ പിടിച്ച് ഭക്ഷിക്കാൻ മോഹം തോന്നി. അങ്ങനെ ഞാൻ ഐരാവതത്തെ പിടിക്കാൻ ചാടിയപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം വെച്ച് എന്നെ വെട്ടി. അതെൻ്റെ ഹനുവിൽ, താടിയിൽ കൊണ്ടു ഞാൻ താഴെ വീണു. ഭൂമിയിലേക്ക് പതിച്ചു. ആ സമയം വായുദേവൻ, എൻ്റെ പിതാവ്, എന്നെ എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോയി ഒളിച്ചു. എന്നെ വെട്ടിമുറിവേൽപ്പിച്ചതിലുള്ള തീവ്രമായ ദുഃഖത്തിലായിരുന്നു പിതാവ് അങ്ങനെ ചെയ്തത്. അങ്ങനെ പാതാളത്തിൽ പോയി ഒളിപ്പിച്ചതുകൊണ്ട് പ്രപഞ്ചത്തിലെ വായുസഞ്ചാരം നിലച്ചു. എല്ലാം സ്തംഭിച്ചു. വായുസഞ്ചാരം നിലച്ചപ്പോൾ എല്ലാം സ്തംഭിച്ചു. പ്രപഞ്ചമാകെ സ്തംഭനാവസ്ഥയിൽപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വായുദേവനെ അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് പാതാളത്തിൽ തൻ്റെ പുത്രനെ ദേവേന്ദ്രൻ വെട്ടി മുറിവേൽപ്പിച്ചതുള്ള വിഷമത്തിൽ, രോഷത്തിൽ പുത്രനുമായി വായുദേവൻ പാതാളത്തിൽ ഇരിക്കുകയാണ്. അവിടേക്ക് മഹാവിഷ്ണുവും ശ്രീ മഹേശ്വരനും ബ്രഹ്മദേവനും ദേവേന്ദ്രനും അഗ്നിദേവനും യമനും അടക്കമുള്ള ദേവതകൾ കൂട്ടായി എത്തിച്ചേർന്ന് ഈ ഒരു ദുസ്ഥിതി ഉണ്ടായതിൽ അവർ വല്ലാതെ ദുഃഖിതരായി ഹനുമാനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. അതായത് നമ്മെ അനുഗ്രഹിച്ചു. എല്ലാവരും, ശ്രീ മഹാവിഷ്ണു പറഞ്ഞു, നിന്നിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകട്ടെ. ശ്രീ മഹേശ്വരൻ പറഞ്ഞു, ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത പരമവീരഭദ്രനായി മാറട്ടെ എന്ന്. അഗ്നിദേവൻ പറഞ്ഞു, ഒരിക്കലും അഗ്നി ബാധിക്കാതിരിക്കുന്നവനായി മാറട്ടെ എന്ന്. യമദേവൻ മരണമുക്തനാക്കി നമ്മെ അയച്ചു. യാതൊരു തരത്തിലുള്ള ശത്രുബാധകളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഇന്ദ്രൻ അനുഗ്രഹിച്ചു. ഇങ്ങനെ നിരവധി ആയ അനുഗ്രഹങ്ങൾ, വരങ്ങൾ നമുക്ക് ലഭിച്ചു. അങ്ങനെ ആ വരബലത്താൽ നാം കൂടുതൽ ശക്തനായി മാറി. ഈ അവസരത്തിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നും അറിയണമെന്നും മോഹമുണ്ടായി. അപ്പം നാം നേരെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞു, വാനരനെ നമുക്ക് ശിഷ്യനാക്കാനാവില്ല. ഇത് നമ്മെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദനയോടുകൂടി നാം പോയി സൂര്യദേവനെ കണ്ടു. അപ്പം നമ്മുടെ വേദന മനസ്സിലാക്കിയ സൂര്യദേവൻ പറഞ്ഞു, എനിക്ക് നിന്റെ വേദനയിൽ ദുഃഖമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാകും? അപ്പോൾ നാം സൂര്യദേവനോട് അഭ്യർത്ഥിച്ചു, അങ്ങ് എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, നാം സദാസമയവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാം എങ്ങനെ നിന്നെ പഠിപ്പിക്കും? അപ്പോൾ നാം സൂര്യദേവനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ യാത്രയ്ക്ക് മുന്നിൽ, അങ്ങയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പഠിച്ചുകൊള്ളാം. അങ്ങ് പഠിപ്പിക്കുമ്പോൾ പിന്നോട്ട് നടന്ന് ഞാൻ പഠിച്ചുകൊള്ളാം. അങ്ങനെ സൂര്യദേവന് മുന്നിൽ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നോട്ട് നടന്ന് 60 നാഴിക കൊണ്ട് 64 വേദങ്ങളും എല്ലാ മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും എല്ലാ വിദ്യകളും ഞാൻ ഹൃദയസ്ഥമാക്കി. ഇത്ര വളരെ വേഗം സൂര്യദേവൻ പഠിപ്പിച്ച എല്ലാ അറിവും സ്വായത്തമാക്കിയ എന്നെ സൂര്യദേവന് വളരെ വലിയ ഇഷ്ടമായി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അങ്ങക്ക് ഗുരുദക്ഷിണയായി ഞാൻ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്ര വേഗം ഈ വിദ്യകൾ ഹൃദയസ്ഥമാക്കിയ നിന്റെ അറിവ് തന്നെയാണ് എൻ്റെ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞു. പക്ഷേ നാം അതുകൊണ്ട് തൃപ്തനായില്ല. എനിക്ക് അങ്ങയ്ക്ക് ഗുരുദക്ഷിണ നൽകണം എന്ന് ഞാൻ ആഗ്രഹങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് സൂര്യദേവനോട് സംസാരിച്ചു. ആ സമയം സൂര്യദേവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു മകനുണ്ട് കിഷ്കിന്ധയിൽ, ബാലിയുടെ സഹോദരനായി കഴിയുന്ന സുഗ്രീവൻ. ബാലി അതിബലവാനാണ്, വളരെ വളരെ ബലവാനാണ്, അതിബലവാനാണ്, ശക്തിമാനാണ്. ബാലിയുടെ മുന്നിൽ സുഗ്രീവൻ അശക്തനാണ്. പല കാര്യങ്ങളും ചെയ്യുവാൻ പ്രാപ്തി കുറഞ്ഞവനാണ് എൻ്റെ മകൻ. അവനൊരു സഹായം വേണം. അവൻ്റെ മന്ത്രിയായി നീ അവനോടൊപ്പം പ്രവർത്തിക്കണം എന്ന് സൂര്യദേവൻ എന്നോട് കൽപ്പിച്ചു. അന്നു മുതൽ നാം സുഗ്രീവൻ്റെ മന്ത്രിയായി പ്രവർത്തിക്കുകയാണ്, ജീവിക്കുകയാണ്. അങ്ങനെയാണ് നാം സുഗ്രീവൻ്റെ അടുത്ത് വരുന്നതും ഇന്നിപ്പോൾ ഇവിടെ ഋഷിമുഖാചലത്തിൽ എത്തിച്ചേർന്നതും അങ്ങയെ കാണുന്നതുമെന്ന് ലക്ഷ്മണനോട് ഹനുമാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു, എങ്ങനെ ഋഷിമുഖാചലത്തിൽ എത്തിച്ചേർന്നത്? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അതൊരു വലിയ കഥയാണ്. ബാലിയും സുഗ്രീവനും സഹോദരന്മാരാണ്. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് കിഷ്കിന്ധ രാജ്യത്ത് അവർ ഉണ്ടായിരുന്നത്. ബാലിയെ ഭയന്നാണ് ഇപ്പോൾ സുഗ്രീവൻ ഇവിടെ ഋഷിമുഖാചലത്തിൽ വന്ന് താമസിക്കുന്നത്. ഈ ഋഷിമുഖാചലത്തിൽ ബാലിക്ക് കയറാനാവില്ല. ബാലി ഇവിടെ വന്ന് കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് മാത്രം, ആ ഭാഗ്യം കൊണ്ട് മാത്രമാണ് സുഗ്രീവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഇവിടെ നിൽക്കുന്നതും. അപ്പോൾ ലക്ഷ്മണൻ വീണ്ടും ചോദിച്ചു, അതെന്താ ഇങ്ങനെ ഋഷിമുഖാചലത്തിൽ കയറിയാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞത്? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അത് മാതംഗ മഹർഷി എന്നൊരു മഹർഷി ഇവിടെ ഋഷിമുഖാചലത്തിൽ താമസിച്ചിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ബാലി ദുന്ദുഭി എന്ന് പറയുന്ന ഒരു ജന്തുവുമായി ഏറ്റുമുട്ടി. ദുന്ദുഭിയുടെ മൂക്കിടിച്ച് തെറിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് ചീറ്റിയ രക്തം മാതംഗമുനിയുടെ ശരീരത്തിൽ വീണു. ഇതിൽ ക്ഷുഭിതനായ മാതംഗമുനി ബാലിയെ ശപിച്ചു, നീ ഈ മലയിൽ കയറിയാൽ നിന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശപിച്ചു. അതൊരു ഭാഗ്യമായി മാറി. ആ ദുന്ദുഭിയെ ബാലി വധിച്ചു. ഈ ഋഷിമുഖാചലം അങ്ങനെ
ബാലികേറ മലയായി മാറ്റപ്പെട്ടു. വീണ്ടും ലക്ഷ്മണൻ ചോദിച്ചു, ഇവർ സഹോദരന്മാരാണെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്, ഇവരെന്താ എങ്ങനെ ശത്രുക്കളായതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവർ രണ്ടുപേരും സൂര്യദേവൻ്റെ സാരഥിയായ അരുണൻ്റെ മക്കളാണ്. അരുണൻ സ്ത്രീവേഷം ധരിച്ച് അരുണിമയായപ്പോൾ അതിൽ ദേവേന്ദ്രനും ബാലിയും സൂര്യദേവനും സുഗ്രീവനുമെന്ന കുട്ടികൾ പിറന്നു. അവർ രണ്ടുപേരെയും ആണ് ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ അടുത്ത് വളർത്തുവാൻ ഏൽപ്പിച്ചത്. അപ്പം ഗൗതമ മുനി അഹല്യാദേവിയുമാണ് ഇവരെ വളർത്തിയത്. ഇവരവിടെ അഹല്യാശ്രമത്തിൽ, ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ താമസിക്കവേ ഇവരുടെ കുസൃതരങ്ങൾ വല്ലാത്ത കുസൃതരങ്ങളായിരുന്നു. എപ്പോഴും മരത്തിൽ ചാടിക്കയറുക, എന്തും കുന്നായ്മകളും കാണിക്കുക എന്നത് ഇവരുടെ ഒരു സ്വഭാവമായിരുന്നു, വാനരസഹജമായ സ്വഭാവമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വിധം വാനരസഹജമായ സ്വഭാവം കണ്ടൊരു ദിവസം മുനിക്ക് തന്നെ രോഷം വന്ന് നിങ്ങൾ വാനരായി പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വാനരരായി അവിടെ വളരുകയായിരുന്നു. ആ കാലത്താണ് കിഷ്കിന്ധയിലെ വനരാജാവായ ഋഷഭർജാസ് കുട്ടികളില്ലാതെ വളരെ വ്യസനത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. അങ്ങനെ കിഷ്കിന്ധയിലെ രാജാവിന് ദേവേന്ദ്രൻ ഇവർ രണ്ടുപേരെയും എത്തിച്ചു കൊടുത്തു. അങ്ങനെയാണ് കിഷ്കിന്ധയിൽ ഋഷഭർജാസിൻ്റെ കാലം കഴിഞ്ഞിട്ട് ബാലി രാജാവുകയും സുഗ്രീവൻ യുവരാജാവായി അവിടെ കഴിയുകയും ചെയ്തു. ഏത് ശത്രുവിനെ നേരിടുവാൻ ബാലി അതീവ കരുത്തനാണ്. ബാലി പിറക്കുമ്പോൾ ഇന്ദ്രൻ നൽകിയ ഒരു വരമുണ്ട് ബാലിക്ക്. നിന്നെ ഏത് ശത്രു നേരിട്ടാലും ആ ശത്രുവിൻ്റെ ശക്തിയുടെ പകുതി നിന്നിലേക്ക് ആവാഹിക്കട്ടെ. അതുകൊണ്ട് ബാലിയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ബാലി ഏത് ശത്രുവിനെ നേരിട്ടാലും ആ ശക്തി, ആ എതിർക്കുന്ന ശത്രുവിൻ്റെ ശക്തിയുടെ പകുതി ബാലിയിൽ വന്നു ചേരും. അങ്ങനെ ബാലി വളരെ കരുത്തനാണ്. ബാലിയും സുഗ്രീവനും കിഷ്കിന്ധയിൽ കഴിയുകയെ ഒരു ദിവസം രാത്രി ദുന്ദുഭിയെ വധിച്ചതിനുള്ള രോക്ഷം കൊണ്ട് ദുന്ദുഭിയുടെ ജ്യേഷ്ഠൻ മായാവി അവിടെ എത്തിച്ചേർന്നു. മായാവിക്ക് അറിയാം ബാലി കരുത്തനാണ് എന്ന്. ഏത് മായാവിദ്യയെങ്കിലും കാണിച്ച് ബാലിയെ വകവരുത്തണമെന്ന് മായാവി തീരുമാനിച്ചു. ആ നിലയിൽ കണക്ക് കൂട്ടിക്കൊണ്ടാണ് മായാവി കിഷ്കിന്ധയിൽ കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചേർന്ന് ബാലിയെ വെല്ലുവിളിച്ചത്. രാത്രിയാണ്, അർദ്ധരാത്രിയാണ്. കൊട്ടാരത്തിന് മുന്നിൽ വന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ അപ്പോൾ തന്നെ നേരിടുവാൻ ബാലി തീരുമാനിച്ചു. അവിടെ വെച്ച് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ബാലി മായാവിയെ ഇടിച്ച് നിലംപരിശാക്കി. മായ അവിടെ നിന്ന് ഓടി കാട്ടിലേക്ക്. യുദ്ധത്തിന് ബാലി ഇറങ്ങുമ്പോൾ ബാലിയോടൊപ്പം സുഗ്രീവനും കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മായാവിയുടെ പിന്നാലെ ഓടി. മായാവി ഓടി ഓടി ഒരു ഗുഹയിൽ വന്ന് കയറി. അപ്പോൾ ഗുഹയിലേക്ക് കയറിപ്പോയ മായാവിയെ ഗുഹയിൽ വെച്ച് പിടിക്കാമെന്ന് ബാലി കണക്ക് കൂട്ടിക്കൊണ്ട് ഗുഹയിലേക്ക് കയറുമ്പോൾ സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ ഇവനെ കൊന്നിട്ടേ വരത്തുള്ളൂ. ഞാൻ മരിക്കുകയാണെങ്കിൽ ഗുഹാ കവാടത്തിൽ പാല് വരും, ഇവൻ മരിക്കുകയാണെങ്കിൽ രക്തം വരും. പാല് വരികയാണെങ്കിൽ ഗുഹാ കവാടം അടച്ച് നീ പോവുക,
നീ കിഷ്കിന്ധയിൽ പോയി രാജ്യഭരണം നടത്തുക, അവിടെ സുഖമായി ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ബാലി ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോയത്. അവിടെ ദ്വന്ദ്വയുദ്ധം നടക്കുകയാണ്. പോർവിളി ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഏതാണ്ട് 1 വർഷത്തോളം അവിടെ ഇങ്ങനെ അകത്ത് യുദ്ധം നടന്നു. ഒരു ദിവസം അത്രയും കാലം സുഗ്രീവൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് ബാലിയെ. ഒരു ദിവസം ആ ഗുഹയുടെ പുറത്തേക്ക് പാലൊഴുകി വന്നു. പാലൊഴുകി വന്നത് കണ്ടപ്പോൾ ബാലി കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കി സുഗ്രീവൻ വലിയ പാറകൾ കൊണ്ടുവന്ന് ഗുഹാമുഖം അടച്ചു. അത് കഴിഞ്ഞ് സുഗ്രീവൻ നേരെ കിഷ്കിന്ധയിലേക്ക് പോയി. ബാലി കൊല്ലപ്പെട്ടു, ഗുഹാമുഖത്ത് പാലൊഴുകി വന്നു, കൊല്ലപ്പെട്ടു, ഗുഹാമുഖം അടച്ചു എന്ന് ഉള്ള വിവരം കിഷ്കിന്ധയിലെ എല്ലാവർക്കും അറിയാം. നാട്ടുകാർ, അവിടുത്തെ ജനങ്ങൾക്കും അറിയാം. അവരുടെ ആഗ്രഹപ്രകാരം സുഗ്രീവൻ രാജാവായി, രാജഭരണം ആരംഭിച്ചു. ഈ സമയം ബാലി മായാവിയെ വധിച്ച ശേഷം പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ ഗുഹാമുഖം അടച്ചിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ അടച്ചു എന്നുള്ളതിനെക്കുറിച്ച് ബാലിക്ക് എന്താ, നമ്മെ ഗുഹയ്ക്കുള്ളിലാക്കി സുഗ്രീവൻ അടച്ചു പോയോ? ബാലി അത് സർവശക്തി ഉപയോഗിച്ച് ഗുഹാമുഖം പൊളിച്ച് പുറത്തിറങ്ങി. നേരെ കിഷ്കിന്ധയിൽ വരുമ്പോൾ സുഗ്രീവൻ രാജാവായി ഭരിക്കുകയാണ്. സുഗ്രീവനെ വിശദീകരണം കേൾക്കാൻ തയ്യാറായില്ല. സുഗ്രീവനെ ബാലി മർദ്ദിക്കാൻ തുടങ്ങി. സുഗ്രീവൻ അവിടുന്ന് ഓടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഇവിടെ ഋഷിമുഖാചലത്തിൽ എത്തിച്ചേർന്നു. കാരണം ഈ പർവ്വതത്തിൽ ബാലിക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഋഷിമുഖാചലത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇവിടെ ഋഷിമുഖാചലത്തിൽ കയറി ഇവിടെ താമസമായി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇവിടെ കഴിയേണ്ടി വന്നത്. പിന്നൊരു സംഭവം കൂടി ഉണ്ടായി. ബാലി എന്നും പ്രഭാതത്തിൽ എല്ലാ സമുദ്രങ്ങളിലും പോയി സ്നാനം ചെയ്ത് മടങ്ങി വരുന്ന ആളാണ്. വലിയ പൂജാതി കർമ്മങ്ങളുള്ള ആളാണ്. അപ്പോൾ ഈ സ്നാനത്തിനായി പോകുമ്പോൾ, ഋഷിമുഖാചലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ സുഗ്രീവൻ എന്നും ഒരു ചവിട്ട് കൊടുക്കും. അപ്പം ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ്. പലപ്പോഴും ഇത് ദുഃഖത്തോടുകൂടി മാത്രമേ നോക്കി നിൽക്കാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഗുരുദേവന് കൊടുത്ത വാക്ക് എന്ന് പറയുന്നത് പുത്രനായ സുഗ്രീവനെ നാം സംരക്ഷിച്ചു കൊള്ളാമെന്നാണ്. ഒരു ദിവസം നാം ബാലി ചവിട്ടിയും ബാലിയെ നാം കയറി പിടിച്ചു. ബാലിയുടെ ഇടുപ്പിൽ പിടിച്ചു. ബാലിയെ പിടിച്ച് ഋഷിമുഖാചലത്തിൽ ഇടാം എന്ന് കരുതിയാണ് പിടിച്ചത്. കാരണം അതിൽ വീണാൽ തല പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പം നാം ശക്തിയോടെ ബാലിയെ കടന്നു പിടിച്ചു. ബാലി തിരിച്ച് ശക്തിയോടെ അങ്ങോട്ട് പിടിച്ചു. കുറേ സമയം, അധിക സമയം ഞങ്ങൾ ഇരുവരും തമ്മിലുള്ള പിടിയും വലിയ നടന്നു. അപ്പോൾ ബാലിക്ക് ഒരു കാരണവശാലും എൻ്റെ പിടി വിടർത്താനോ എനിക്ക് ബാലിയെ പിടിച്ച് താഴ്ത്തുവാനോ കഴിഞ്ഞില്ല. അങ്ങനെ തുല്യമായി ഏറ്റുമുട്ടിയപ്പോൾ ബാലി കരുതി എന്നെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയാൽ, കിഷ്കിന്ധയിൽ പോയാൽ സുഗ്രീവൻ്റെ കരുത്ത് കുറയുമല്ലോ. സുഗ്രീവൻ്റെ കരുത്ത് കുറഞ്ഞാൽ സുഗ്രീവനെ നശിപ്പിക്കാൻ വളരെ വേഗം കഴിയുമല്ലോ എന്നുള്ളതാണ്. അപ്പം നാം കരുതിയത് ബാലി ഋഷിമുഖാചലത്തിൽ വീണാൽ തലപൊട്ടി തെറിക്കുമല്ലോ എന്ന്. ഇങ്ങനെ രണ്ടുപേരും ശക്തി പ്രയോഗിച്ചിട്ട് രണ്ടുപേരും ജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, തുല്യശക്തികളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പരസ്പര ധാരണയിരുത്തി ഇനി സുഗ്രീവനെ ഉപദ്രവിക്കില്ല എന്ന് ബാലി വാക്ക് തന്നു. അതിനുശേഷം സുഗ്രീവൻ്റെ തലയിൽ ചവിട്ടുന്ന രീതി ബാലി നിർത്തിവെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഋഷിമുഖാചലത്തിൽ വലിയ പ്രശ്നമില്ലാതെ കഴിയുന്നത്. ഈ വിധം ഋഷിമുഖാചലത്തിൽ ഉള്ള വിശേഷം ഹനുമാൻ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ഇതെല്ലാം കേട്ട്, അപ്പോൾ അപ്പുറത്ത് ധ്യാനത്തിലായിരുന്ന ശ്രീരാമദേവൻ കണ്ണു തുറന്നു.
നമുക്ക് ശ്രീരാമദേവൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് നീങ്ങി.